ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ലൈവിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ അനുമോൾ പ്രശ്നം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അനുമോൾ, ഗിസേൽ, ആര്യൻ തമ്മിലുള്ള പ്രശ്നം. അനുമോളിന്റെ ഒരു കിറ്റ് കാണാനില്ല. അത് ആര്യൻ ആരോ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായിട്ടുണ്ട്. ആര്യനാണ് എടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര അനുമോള് ഭയങ്കര വഴക്കായിട്ട് നടക്കുകയാണ്. അതിനിടയിൽ അക്ബർ അനുമോള ഒരുമാതിരി വൃത്തികെട്ട രീതിയിലുള്ള കുറച്ച് സംസാരങ്ങളൊക്കെ സംസാരിച്ച്, കക്കൂസിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു വൃത്തികെട്ട രീതിയിലുള്ള സംസാരം സംസാരിച്ചു. അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഈ വീട്ടിൽ ഇൻസ്പയർഡ് ആയ ആളും ഇൻസ്പയർ ആക്കാൻ പറ്റാത്ത ആളും ആരാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് സ്പൈക്കുട്ടൻ വന്നത്. സ്പൈക്കുട്ടൻ വന്ന് വീട് ഫുള്ള് 2 റൗണ്ട് കറങ്ങിയതിന് ശേഷം നേരെ കൺസെഷൻ റൂമിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ എല്ലാ വീട്ടംഗങ്ങളും കൺസെഷൻ റൂമിലോട്ട് പോകുമ്പം അവിടെ നെവിൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നെവിൻ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് കൺസെഷൻ റൂമിൽ വെച്ച് നെവിൻ പറഞ്ഞത്, ഞാൻ ഇനി സാധാരണ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കും, പിന്നെ പ്രേക്ഷകരാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതൊക്കെ, അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി അനീഷിനെ പോലെ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിവിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം അവിടെ ചെന്ന് ആദില നൂറയൊക്കെ കണ്ട് സെക്കൻഡ് ചെയ്തു. അതുപോലെ അനുമോളെയൊക്കെ കെട്ടിപ്പിടിച്ചു. എല്ലാവരുമായിട്ട് സൗഹൃദം പങ്കുവച്ചതിന് ശേഷം നിവിൻ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അനുമോളും ആദില നൂറയൊക്കെ അവിടെ എടുത്തതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, നിവിൻ തിരിച്ചു വന്നതിനൊക്കെ പറ്റി. അപ്പം ഇത്രയുമാണ് ഇന്ന് ലൈവിൽ നടന്നിട്ടുള്ളത്.